Good morning. The last chapter in 11th standard zoology, chemical coordination and integration. ഇതിൽ നമ്മൾ പഠിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചാണ്. ഇതിൽ കൂടുതൽ ഭാഗവും നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ കണ്ടതാണ്. പാഠത്തിലേക്ക് കടക്കാം. The endocrine glands secrete chemicals called hormones. The glands or the endocrine glands, they are ductless glands. Ductal glands എന്താണ് പറയുക? എക്സോക്രൈൻ ഗ്ലാൻഡ്. അത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗ്ലാൻസ് ടിഷ്യൂസിൽ പഠിച്ചിട്ടുണ്ട്. ഗ്ലാൻസ് രണ്ട് തരം, based on the presence or absence of duct. Ductless glands and ducted glands. Ductless glands are endocrine glands. Example, thyroid gland. Ducted glands are they possess ducts to carry their secretion. For example, salivary gland. But endocrine glands duct illa, കുഴലുകളില്ല. Their secretions are called hormones. Hormones are also called as intercellular messengers and they are produced in trace amounts. വളരെ കുറച്ച് മാത്രം trace amount ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് മറ്റൊരു പേരുണ്ട് intercellular messengers. And the hormones are carried to the target organ or to the target tissues through blood. ബ്ലഡിലൂടെയാണ് ഹോർമോൺസ് ടാർഗറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് സൈറ്റ് ഓഫ് ആക്ഷൻ. എല്ലായിടത്തിലും ഹോർമോൺ പ്രവർത്തിക്കണോ? വേണ്ട. ഏതെങ്കിലും ഒരു അവയവത്തിലാണ് സെക്സ് ഹോർമോൺ ടെസ്റ്റിസിലാണ് പോകേണ്ടതെങ്കിൽ ബ്ലഡ് ടെസ്റ്റിസിലേക്കാണ് അത് എത്തുന്നത്. അവിടെയാണ് ആക്ട് ചെയ്യുന്നുള്ളൂ. ഹോർമോൺ ടെസ്റ്റിസിലാണ് ആക്ട് ചെയ്യുക, സെക്സ് ഹോർമോൺ. അങ്ങനെ ഓരോ ഹോർമോണിനും ഓരോ സൈറ്റ് ഓഫ് ആക്ഷൻ ഉണ്ട്. ആ സൈറ്റിനെ നമ്മൾക്ക് ടാർഗറ്റ് ഓർഗൻ ഓർ ടാർഗറ്റ് ടിഷ്യൂ എന്ന് വിളിക്കാം. And let us see different types of endocrine glands in our body. You can see the location of different endocrine glands in our body in this picture. പിക്ചറിൽ കണ്ടോ? നമ്മുടെ ശരീരത്തിൽ കാണുന്ന എൻഡോക്രൈൻ ഗ്ലാൻസ് ശരീരത്തിൽ എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തത് എന്നാണ് ഈ പിക്ചറിലൂടെ നമുക്ക് ഡെപിക്റ്റ് ചെയ്യുന്നത്. The first gland to know is hypothalamus. Hypothalamus is located in the cerebrum of brain and it is located just below thalamus at the base of diencephalon. തലാമസിന് തൊട്ട് താഴെ ഡയൻസെഫലോണിന്റെ ബേസിൽ കാണുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഹൈപ്പോതലാമസ്. സെറിബ്രത്തിലാണ്, ബ്രെയിനിന്റെ സെറിബ്രത്തിലാണ് ഇത് കാണുന്നത്. ഫോർ ബ്രെയിനിൽ, ഇൻ ദ ഫോർ ബ്രെയിൻ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ഓക്കെ, അപ്പൊ ഈ ഹൈപ്പോതലാമസ് സെക്രീറ്റ്സ് ടു ഹോർമോൺസ്. വൺ ഇസ് നോൺ ആസ് റിലീസിംഗ് ഹോർമോൺ, ദ അതർ വൺ ഇസ് നോൺ ആസ് ഇൻഹിബിറ്ററി ഹോർമോൺ. ഒരു കൂട്ടം ഹോർമോൺസിനെ നമ്മൾ റിലീസിംഗ് ഹോർമോൺ എന്ന് വിളിക്കും. ആൻഡ് ദേ ക്യാരി, ദീസ് ഹോർമോൺസ് ആർ ക്യാരിഡ് ഡയറക്ട്ലി ടു ദ പിറ്റ്യൂട്ടറി ആൻഡ് ഫ്രം ദ പിറ്റ്യൂട്ടറി നെസസറി ഓർ റിക്വയർഡ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഹൈപ്പോതലാമസിന്റെ ഹോർമോൺസ് പിറ്റ്യൂട്ടറിയിലേക്കാണ് എത്തുന്നത്. ഇതിന്റെ ഫലമായി പിറ്റ്യൂട്ടറി ആവശ്യമുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അങ്ങനെ ഹൈപ്പോതലാമിക് ഹോർമോൺസ് രണ്ടുണ്ട്. ഒന്ന് റിലീസിംഗ് ഹോർമോൺ, മറ്റൊന്ന് ഇൻഹിബിറ്ററി ഹോർമോൺ. റിലീസിംഗ് ഹോർമോൺ എക്സാമ്പിൾ ആണ് GnRH, ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ. വളർച്ചാ കാലഘട്ടത്തിൽ ഹൈപ്പോതലാമസിൽ നിന്ന് GnRH പിറ്റ്യൂട്ടറിയിലെത്തും, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ. പിറ്റ്യൂട്ടറി ഗ്രോത്ത് ഹോർമോൺ ഇതിന്റെ ഫലമായിട്ട് റിലീസ് ചെയ്യും. ഇങ്ങനെയാണ്. അപ്പൊ ഹൈപ്പോതലാമസിന്റെ ആക്ഷൻ എന്താണ്? പിറ്റ്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യുക. ആൻഡ് ദീസ് ഹോർമോൺസ് ആർ ക്യാരീഡ് ബൈ ദ പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം ടു ദി പിറ്റ്യൂട്ടറി. ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറിയിലേക്ക് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ് എത്തുന്നത്. എന്നാൽ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഉണ്ട്. അത് പിറ്റ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി carry hormones from hypothalamus through specialized neurosecretory cells. ഇതിന് ഒരു പോർട്ടൽ സർക്കുലേഷൻ ഇല്ല. പോസ്റ്റീരിയർ ലോബിൽ എത്തുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ ആണ്. ഈ ഹോർമോൺസ് ഹൈപ്പോതലാമസ് നിന്ന് ഒരു പ്രത്യേക ന്യൂറോസെക്രട്ടറി സെൽസ് വഴിയാണ് എത്തുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഹൈപ്പോതലാമസിന്റെ രണ്ട് ഹോർമോൺസ് എന്തൊക്കെയാണ്? റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ. റിലീസിംഗ് ഹോർമോൺ എക്സാമ്പിൾ ആണ് ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ GnRH ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ എക്സാമ്പിൾ ആണ് സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോ എന്ന് സൊമ എന്ന് പറയുമ്പോൾ ബോഡിയാണ്. ഗ്രോത്ത് അറസ്റ്റ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഏജ് എത്തിയാൽ പിന്നെയും നമ്മൾ വളരുന്നുണ്ടോ? ഇല്ല. ആ സമയത്ത് ഹൈപ്പോതലാമസ് സൊമാറ്റോസ്റ്റാറ്റിൻ റിലീസ് ചെയ്യും. ഇതൊരു ഇൻഹിബിറ്ററി ഹോർമോൺ ടു അറസ്റ്റ് ഗ്രോത്ത്.
The next gland to learn is pituitary gland. Pituitary gland is located in a bony cavity called sella turcica. This pituitary gland is connected with the hypothalamus by means of a stalk. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസിൽ നിന്ന് ഒരു സ്റ്റോക്ക് വഴിയാണ് പിറ്റ്യൂട്ടറി കണക്ട് ചെയ്തിരിക്കുന്നത്. The pituitary gland has two parts, adenohypophysis and neurohypophysis. Adenohypophysis is again categorized into two parts, pars distalis and pars intermedia. Pars distalis and pars intermedia. ഈ പാസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ആൻഡ് ദിസ് ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ്സ് 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്. ഹൈപ്പോതലാമസിൽ നിന്ന് വന്ന ഹോർമോണിന്റെ ഫലമായി ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഹോർമോൺസ് ആണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഗ്രോത്ത് ഹോർമോൺ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പ്രോലാക്റ്റിൻ, then luteinizing hormone and follicle stimulating hormone. ഗ്രോത്ത് ഹോർമോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഗ്രോത്ത് വളർച്ച നിയന്ത്രിക്കുന്നു. ഓവർ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ എന്താണ് അസുഖം ഒരു ഡിസോർഡർ വരുന്നത്? ജൈജാൻറ്റിസം. ഈ ഹോർമോൺ വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാലോ ഗ്രോത്ത് മുരടിച്ചു പോകും, അല്ലെ, വളർച്ച മുരടിച്ചു പോകും. ദ കണ്ടീഷൻ ഇസ് നോൺ ആസ് ഡ്വാർഫിസം. Prolactin is another hormone secreted by anterior pituitary which controls the growth of mammary glands and secretion of milk. Human female-ലാണ് ഇത് കൂടുതലും, മെയിലും ഉണ്ട്. mammary glands-ന്റെ ഒരു remnant we can see in male also. So this growth of mammary gland is controlled by prolactin. The next hormone of anterior pituitary is thyroid stimulating hormone, TSH. Thyroid stimulating hormone പിറ്റ്യൂട്ടറിയിൽ നിന്ന് തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് വരും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ഇറ്റ്സ് ഹോർമോൺസ്. T4, T3 എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ട്. അത് നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡ് പഠിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ പഠിക്കും. ദ നെക്സ്റ്റ് ഹോർമോൺ ഓഫ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഇസ് ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ. ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ അത് മെയിലിലാണെങ്കിൽ ടെസ്റ്റിസിലേക്കും ഫീമെയിലാണെങ്കിൽ ഓവറിയിലേക്കുമാണ് പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH of anterior pituitary. In the case of male, it functions in the proliferation or formation of sperm or the spermatogonial cells, and in the case of female ആണെങ്കിൽ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓവറിയിലെത്തിയിട്ട് ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റ്, പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി, ടെർഷ്യറി ഫോളിക്കിൾ ആൻഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നൊക്കെ ഇല്ലേ, ഈ ഫോളിക്കിൾസ് വളർച്ചയ്ക്ക് നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിന്റെ 5 ഹോർമോൺസ് എന്തൊക്കെയായിരുന്നു? വൺസ് അഗൈൻ ലെറ്റ് us see എന്തൊക്കെയാണ്? ഗ്രോത്ത് ഹോർമോൺ, പ്രോലാക്റ്റിൻ, thyroid stimulating hormone, luteinizing hormone and follicle stimulating hormone. The next part is pars intermedia. Pars intermedia middle lobe ആണ്. അത് അഡിനോഹൈപ്പോഫൈസിസിൽ തന്നെ കാണുന്ന 2 ലോബ്സ് പോലെയുണ്ട്. അതിലുള്ള ഒരു മിഡിൽ ലോബാണ്. ഈ മിഡിൽ ലോബ് പാസ് ഇന്റർമീഡിയ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ MSH. അത് മെലാനിൻ സെക്രീഷൻ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് MSH. മെലാനിൻ എന്താണ്? ഇറ്റ്സ് എ കളറിംഗ് പിഗ്മെന്റ്, നോ? സ്കിൻ കളറേഷൻ ഇതൊക്കെ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ. ഈ മെലാനിൻ സെക്രീഷന് വേണ്ടുന്ന ഹോർമോൺ ആണ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് മെലനോസൈറ്റ് എന്ന് പറയുന്നത് സ്കിന്നിനടിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പഠിക്കുമ്പോൾ ടിഷ്യൂസിൽ മെലനോസൈറ്റ്സ്. ഈ മെലനോസൈറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാണ് ഈ ഹോർമോണിന്റെ ഫങ്ഷൻ. നെക്സ്റ്റ് പാർട്ട് അഡിനോഹൈപ്പോഫൈസിസ് നമ്മൾ കണ്ട്. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? ന്യൂറോഹൈപ്പോഫൈസിസ്. ഈ ന്യൂറോഹൈപ്പോഫൈസിസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ്. പിറ്റ്യൂട്ടറിയുടെ ന്യൂറോഹൈപ്പോഫൈസിസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ്. ഒന്ന് ഓക്സിറ്റോസിൻ, മറ്റൊന്ന് വാസോപ്രസിൻ. ഓക്സിറ്റോസിന് നമ്മൾ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്ന് പഠിച്ചിട്ടുണ്ട്, ബർത്ത് ഹോർമോൺ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡ്യൂറിങ് പർച്ചുറേഷൻ പ്യൂബിക് ബോൺസ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി, പർച്ചുറേഷൻ ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതേപോലെ തന്നെ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ലാക്ടേഷൻ പ്രോസസ്സിനും സഹായിക്കുന്നു. വാസോപ്രസിൻ ആന്റി ഡയൂററ്റിക് ഹോർമോൺ, കിഡ്നി റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അത് റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ADH or vasopressin. The pituitary is the master of endocrine gland. Next gland is
pineal gland. Pineal gland is located in the dorsal side of the forebrain. Forebrain the dorsal side il kaanana, and this gland secretes a hormone called melatonin. Melatonin എന്ന hormone ആണ് secrete ചെയ്യുന്നത്. And the gland or the hormone functions in maintaining or regulating 24 hours cycle. 24 മണിക്കൂറുള്ള ഒരു diurnal cycle, that is sleep wake activities are controlled by this hormone. അല്ലെ, രാവിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഗ്ലാൻഡ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ബേർഡ്സിലാണ്. അതുകൊണ്ട് കോഴി കൂവുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പുലർക്കാലത്ത് അല്ലെ. അപ്പൊ സ്ലീപ്പ് വേക്ക്, സന്ധ്യ കഴിഞ്ഞ ഉടനെ അവര് ഉറങ്ങും, പുലർക്കാലത്ത് എഴുന്നേക്കും. അപ്പൊ ഒരു ഡയോണൽ സൈക്കിൾ ഓർ സിർക്കാഡിയൻ റിഥം ആണ് ഇവിടെ ഈ ഹോർമോൺ അല്ലെങ്കിൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നത്. Also this hormone functions in controlling the metabolic rate or the pigmentation, menstruation, then all rhythmic pattern of the body is controlled by this hormone. അടുത്ത ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് ഒരു പ്രത്യേക ഫോളിക്കുലാർ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. You can see the picture and it consists of two lobes. പ്രത്യേക രണ്ട് ലോബ്സ് ഉണ്ട്. ദീസ് ടു ലോബ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ട്രക്കിയ. ഈ ട്രക്കിയയുടെ രണ്ട് വശത്തായിട്ടാണ് രണ്ട് ലോബ്സ് കാണുന്നത്. ആൻഡ് ദീസ് ടു ലോബ്സ് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് ഇസ്തുമസ്. ഈ രണ്ട് ലോബ്സും കണക്ട് ചെയ്തിരിക്കുന്നത് ഇസ്തുമസ് ചേർത്തിട്ടാണ്, ഇസ്തുമസ് കൊണ്ടാണ്. ആൻഡ് ദ ഫോളിക്കുലാർ സെൽസ് ഓഫ് ദിസ് ഹോർമോൺ സെക്രീറ്റ്സ് ടു മെയിൻ this gland, I mean the follicular cells of this gland secretes two main hormones. One is T3 or triiodothyronin and the another one is T4, that is tetraiodothyronin. T4 നെയാണ് നമ്മൾ തൈറോക്സിൻ എന്ന് വിളിക്കുന്നത്. T4 or tetraiodothyronin is also called thyroxin. ഇതൊക്കെ 10th പഠിച്ചാണ് അല്ലേ. T4 T3 എന്നുള്ള ബൈഫർക്കേഷൻ കണ്ടിട്ടുണ്ടാവില്ല. So these hormones controls basal metabolic rate of our body. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം പൊതുവായിട്ട് എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യാണ് ഈ ഹോർമോണിന്റെ ഫങ്ഷൻ. സംടൈംസ് ഡ്യൂ ടു ദി ലെസ് അയോഡിൻ കണ്ടന്റ് ഇൻ യുവർ ബോഡി, ഈ ഹോർമോണിന്റെ സെക്രീഷന് അയോഡിൻ ആവശ്യമാണ്. ശരീരത്തിന് ആവശ്യത്തിന് അയോഡിൻ ഇല്ലാതെ വരുമ്പോൾ ദ ഗ്ലാൻഡ് വർക്ക്സ് ഇൻ എക്സ്ട്രാ സ്ട്രെയിൻഫുൾ കണ്ടീഷൻ. ഭയങ്കര സ്ട്രെയിൻഫുൾ ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അപ്പൊ ഈ ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും, ഇറ്റ് ഓട്ടോമാറ്റിക്കലി എൻലാർജസ്. ദിസ് കണ്ടീഷൻ ഇസ് നോൺ ആസ് ഗോയിറ്റർ. ഈ ഗോയിറ്റർ സർജിക്കൽ റിമൂവലിലൂടെ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻ കഴിച്ചാൽ മതി. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ അയോഡിൻ കണ്ടന്റ് ഉള്ള ചെറിയ മത്സ്യമൊക്കെ കഴിക്കുന്നത് അത്യാവശ്യമാണ്. അയോഡൈസ്ഡ് സോൾട്ട് കൊണ്ട് നമുക്ക് അയോഡിൻ കണ്ടന്റ് വരും എന്നുള്ളത് തെറ്റായ ധാരണ കൂടിയാണെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. Sometimes the hormone production in your body decreases. That condition is known as hypothyroidism. Hypothyroidism in a pregnant woman, ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയിൽ തൈറോയിഡ് ഹോർമോൺ സെക്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ച മുരടിക്കും. അപ്പൊ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ചൈൽഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓർ ഇൻ എൻ അഡൾട്ട് ഇഫ് ദി കണ്ടീഷൻ ഇസ് ഹൈപ്പോതൈറോയിഡിസം, അഡൾട്ട് നമ്മളെ പോലെയുള്ള ഒരു അഡൾട്ടിൽ hypothyroidism വന്നാൽ menstruation will be irregular. ഇനി sometimes the gland possess some cancerous growth. ഈ ഗ്ലാൻഡിന് ചെറിയൊരു എക്സ്ട്രാ ഗ്രോത്ത് ഒക്കെ വരികയാണെങ്കിൽ, ക്യാൻസറസ് എന്ന് പറയുമ്പോൾ ഉടനെ പേടിക്കേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ഗ്രോത്തിനെയാണ് നമ്മൾ ക്യാൻസറസ് എന്നുള്ള ടേം ഇവിടെ ഉപയോഗിച്ചത്. അപ്പൊ ഈ ക്യാൻസറസ് ഗ്രോത്ത് പോലെ എക്സ്ട്രാ ഗ്രോത്ത് വരുവാണെങ്കിൽ that condition may lead to hyperthyroidism. ഹൈപ്പർ തൈറോയിഡിസം ആകുമ്പം ബേസൽ മെറ്റബോളിക് റേറ്റ് ഒക്കെ വളരെ കൂടും. ദ പേഴ്സൺ മേ ബിക്കം സ്ലിം, ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടാം, ബ്ലഡ് പ്രഷർ കൂടിയേക്കാം. അപ്പം നമ്മൾ ഇപ്പം എന്തൊക്കെ കണ്ടീഷൻസ് പഠിച്ചു? തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഹോർമോൺ ഇംബാലൻസ് വരികയാണെങ്കിൽ നമുക്ക് അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണെങ്കിൽ ഗോയിറ്റർ ഉണ്ടായേക്കാം. ഹോർമോണിന്റെ കുറവ് കൊണ്ടാണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം, ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം. മൊത്തത്തിൽ തൈറോയിഡ് ഹോർമോൺ functions in controlling the basal metabolic rate. It controls the production of red blood cells. It controls the metabolism of carbohydrate, fat and protein. Even electrolyte balance, water and electrolyte balance is controlled by this hormone. Another hormone of this thyroid gland is calcitonin. Another hormone from thyroid gland is calcitonin.
Calcitonin functions in regulating the calcium level of our body. ശരീരത്തിലുള്ള ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഗ്ലാൻഡ് ടു നോസ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഇസ് ലൊക്കേറ്റഡ് ഓൺ ദി ബാക്ക് സൈഡ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. കാണുന്നുണ്ടോ ചിത്രത്തിൽ? Parathyroid. There are 4 parathyroid glands. The gland secretes a hormone called parathormone. ഹൈപ്പർകാൽസിമിക് ഹോർമോൺ എന്ന് കൂടി വിളിക്കുന്നുണ്ട്. അതായത് ബ്ലഡിൽ കാൽഷ്യം ലെവൽ കുറയുമ്പം ബോണിൽ നിന്ന് ഡീകാൽസിഫിക്കേഷൻ, അസ്ഥിയിലാണല്ലോ എക്സസ് ഓഫ് കാൽഷ്യം സ്റ്റോർ ചെയ്യുന്നത്, അസ്ഥിയിൽ സ്റ്റോർ ചെയ്ത കാൽഷ്യം ഡീകാൽസിഫിക്കേഷൻ വഴി ബ്ലഡിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈപ്പർ കാൽസീമിക്, അതായത് ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കൂട്ടുന്ന ഹോർമോണാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ദീസ് ഹോർമോൺ ഓൾസോ functions in the absorption of functions in facilitating absorption of calcium through digestive system. Intestinal villi-യിലൂടെ കാൽഷ്യം അബ്സോർപ്ഷന് വേണ്ടി കൂടുതൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് പാരാതോർമോൺ. പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാതോർമോൺ. അപ്പോൾ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൽ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കുറിച്ച് പഠിച്ചു അല്ലേ? കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന. ഇവിടെ മറ്റൊരു ഹോർമോണും കൂടി പഠിച്ചു, കാൽഷ്യം ലെവലിന് പാരാതോർമോൺ. പാരാതോർമോൺ കാൽഷ്യം ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഇത് നോർമൽ കൂടിക്കഴിഞ്ഞാൽ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ 2 ഹോർമോൺസും കാൽസിറ്റോണിൻ ആൻഡ് പാരാതോർമോൺ, they are antagonistic to each other or both together regulates the calcium level in blood. കാൽസിറ്റോണിൻ എന്ന തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഹോർമോണും പാരാതോർമോൺ എന്ന പാരാതൈറോയിഡ് ഗ്ലാൻഡിന്റെ ഹോർമോണും രണ്ടും കൂടി ചേർന്നാണ് ബ്ലഡിൽ നോർമൽ കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ് ഇസ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ കണ്ടോ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ലങ്സ്, ബിഹൈൻഡ് സ്റ്റേർണം. ഫങ്ഷൻസ് ഇൻ പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ടു അവർ ബോഡി. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ് thymus gland. The gland secretes a hormone called thymosin. Thymosin എന്ന ഹോർമോണാണ് ഈ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. The gland functions in producing T lymphocyte. ലിംഫോസൈറ്റ് ഒക്കെ 10th പഠിച്ചല്ലേ WBCയുടെ? അപ്പോൾ ലിംഫോസൈറ്റ്, T lymphocyte പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Thus it provides cell mediated immunity. Okay? T lymphocyte പ്രൊഡക്ഷനിലൂടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെയിം ടൈം the gland functions in secrete or producing antibodies. Antibody എന്ന് പറഞ്ഞാൽ അറിയാലോ, ആന്റിജൻ എന്ന ഫോറിൻ ബോഡീനെ ഡിസ്ട്രോയ് ചെയ്യാൻ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ആന്റിബോഡി. ഈ ആന്റിബോഡി സെക്രീഷന് തൈമസ് ഗ്ലാൻഡ് സഹായിക്കുന്നുണ്ട്, thus providing humoral immunity. അപ്പോൾ T lymphocytesന്റെ പ്രൊഡക്ഷനിലൂടെ എന്ത് ഇമ്മ്യൂണിറ്റിയാണ് കിട്ടുന്നത് നമുക്ക്? It provides cell mediated immunity. ആന്റിബോഡി പ്രൊഡക്ഷനിലൂടെ ആന്റിബോഡി എന്താണ് ഇമ്മ്യൂണിറ്റി തരുന്നത്? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഇൻ ഓൾഡ് ഏജ് ദിസ് ഗ്ലാൻഡ് ഡിസൻറ്റിഗ്രേറ്റ്സ് ഓർ ഡെറ്റീരിയോറേറ്റ്സ്. ഈ ഓൾഡ് ഏജ് വരുമ്പോൾ ഈ ഗ്ലാൻഡ് സ്ട്രിങ്ക് ആവും, ചുരുങ്ങി പോകും. അതുകൊണ്ടാണ് ഓൾഡ് ഏജിൽ ഇമ്മ്യൂണിറ്റി പൊതുവെ കുറയുന്നത്. വളരുന്ന കാലത്തിൽ ഈ ഗ്ലാൻഡ് നല്ല എൻറിച്ച് ആണ്, വെൽ ഗ്രോൺ ആണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് തൈമസ് ഗ്ലാൻഡ്. അടുത്ത എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ്. ലൊക്കേഷൻ നോക്കൂ. പെയർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് ഇസ് ദേർ upon each kidney it is located. കിഡ്നിയുടെ മുകളിൽ കാണാം അല്ലേ? ട്രയാങ്കുലർ ഷേപ്പ്, somewhat triangular adrenal gland. The adrenal gland is somewhat triangular in shape. It has 2 parts, outer cortex and inner medulla. The inner medullary part of adrenal gland secretes hormones which are collectively called as catecholamines. Catecholamines എന്ന് പറയുന്ന ഹോർമോൺസ് ആണ് പൊതുവായിട്ട് നമ്മൾ മെഡുലറി ഹോർമോൺസ്. They include adrenaline and noradrenaline. അഡ്രിനാലിന് മറ്റൊരു പേരുണ്ട് എപ്പിനെഫ്രീൻ. നോറഡ്രിനാലിന് മറ്റൊരു പേരുണ്ട് നോറെപ്പിനെഫ്രീൻ. Both are same. Adrenaline and noradrenaline are generally called as catecholamines. These hormones are also called as flight, fright, fight hormone. 3F.
ഫ്ലൈറ്റ് എന്ന് പറയുന്ന സന്ദർഭം, ഭയപ്പെടുത്തുന്ന സന്ദർഭം നമ്മൾ ഓടി ഓടിക്കും അല്ലേ. ഫ്രൈറ്റ്, ചിലപ്പോൾ നമ്മൾ വിറച്ചിരിക്കും. ആൻഡ് ഫൈറ്റ്, അടിപിടി കൂടുമ്പോഴും നമുക്ക് ഈ ഹോർമോണിന്റെ സെക്രീഷൻ ഉണ്ടാവും. These hormones are secreted during such conditions and it increases the blood glucose level. അത് എപ്പോഴും ടെൻഷൻ ആകുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് നമുക്ക് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഡയബറ്റിക് ആവുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്നത് ടെൻഷൻ ആവുമ്പോഴാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹോർമോണാണ് കാറ്റക്കോലമീൻസ് എന്ന് പറയുന്നത്, ഓർ മെഡുലറി ഹോർമോൺസ്, അഡ്രിനൽ മെഡുലറി ഹോർമോൺസ്. ബ്ലഡ് ഗ്ലൂക്കോസ് കൂട്ടുക മാത്രമല്ല, ഹാർട്ട് ബീറ്റ് റേറ്റ് കൂട്ടും. പിന്നെ പ്യൂപ്പിലറി ഡയലേഷൻ, കണ്ണിന്റെ പ്യൂപ്പിളില്ലേ അത് ഡയലേറ്റ് ചെയ്യുന്ന അല്ലെ, അതൊക്കെ നിങ്ങൾ 10th പഠിച്ചാണ്. അഡ്രിനൽ ഹോർമോണിന്റെ കാറ്റക്കോലമീൻസ് എന്നുള്ള ടേമാണ് ഇപ്പൊ പഠിക്കുന്നത്. Then the outer cortex, adrenal glandന്റെ outer part is known as outer cortex. It secretes hormones which are generally called as corticoids. There are three types of corticoids. They are glucocorticoids, mineralocorticoids and sex corticoids. Glucocorticoids controls glucose metabolism. Mineralocorticoids controls mineral metabolism. Mineral ions ഒക്കെ ഇല്ലേ നമ്മുടെ ശരീരം, അതിലെ മെറ്റബോളിസവും അബ്സോർപ്ഷനും നിയന്ത്രിക്കുന്നതാണ്. And sex corticoids controls in the development of secondary sexual characters and sexual behavior. 3 ലേയേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഇസ് എ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്, ഒരു കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. കാരണം എന്താണ്? അതിനകത്ത് എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്, എക്സോക്രൈൻ പാർട്ടും ഉണ്ട്. നമ്മൾ എക്സോക്രൈൻ പാർട്ടിനെ കുറിച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലെ. പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ഡൈജഷനെ സഹായിക്കുന്ന ഒരുപാട് എൻസൈംസും അതിൽ കണ്ടിട്ടുണ്ട്. The endocrine part of pancreas secretes hormones, and the specialized cells of endocrine part is known as islet of Langerhans. Islets of Langerhans are പ്രത്യേക തരം cells. These cells are of 2 types, alpha cells and beta cells. Alpha cells of islets secretes glucagon and beta cells secrete insulin. ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റ സെൽസ് ഇൻസുലിൻ എന്ന ഹോർമോണുമാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദി ഹോർമോൺ ഗ്ലൂക്കഗോൺ ഈസ് കോൾഡ് ആസ് ഹൈപ്പർ ഗ്ലൈസീമിക് ഫാക്ടർ. അതായത് ദ ഹോർമോൺ ആക്ട്സ് അപ്പോൺ ദ ലിവർ സെൽസ്, ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന ലിവർ സെൽസിലാണ് ഹോർമോൺ വന്ന് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ലിവറിനകത്താണല്ലോ ഇൻസുലിൻ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യും. അപ്പൊ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യും. അപ്പൊ ശരീരത്തിലുള്ള ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂട്ടും. ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ അത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോണിയോജെനിസിസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നതാണ് ഈ ഹോർമോൺ. എന്നാൽ ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്താണ്? അത് ഹൈപ്പോഗ്ലൈസീമിക് ഫാക്ടർ. ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇൻസുലിനെ ഹൈപ്പോഗ്ലൈസീമിക് ഫാക്ടർ എന്ന് പറയും. ഇതും അഡിപ്പോസൈറ്റ്സിലും ഹെപ്പാറ്റോസൈറ്റ്സിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഹോർമോൺ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹെപ്പാറ്റോസൈറ്റ്സ്, ദാറ്റ് ഈസ് സെൽസ് ഇൻ ലിവർ, ആൻഡ് അഡിപ്പോസൈറ്റ്സ്. ഈ സെൽസിലൊക്കെ വർക്ക് ചെയ്തിട്ട് ശരീരത്തിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതായത് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്, ശരീരത്തിലെ സെൽസ് കൂടുതൽ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ നടത്തണം. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറയുമല്ലോ, സെല്ലുലാർ അപ്ടേക്ക് എൻഹാൻസ് ചെയ്യിക്കുന്നു. എന്നാൽ ഗ്ലൂക്കഗോൺ ആണെങ്കിലോ സെല്ലുലാർ അപ്ടേക്ക് എൻഹാൻസ് ചെയ്യുന്നില്ല, അത് കുറച്ച് കളയും. അങ്ങനെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്നത്. ഗ്ലൂക്കഗോണിന്റെ ഇഫക്റ്റും ഉണ്ട്, എന്നാൽ ഇൻസുലിന്റെ ഇഫക്റ്റും ഉണ്ട്. ബ്ലഡ് ഗ്ലൂക്കോസ് കുറയും. അപ്പൊ ഇൻസുലിൻ എന്താണ്? ഹൈപ്പോഗ്ലൈസീമിക് ഫാക്ടർ. ഗ്ലൂക്കഗോൺ എന്താണ്? ഹൈപ്പർ ഗ്ലൈസീമിക് ഫാക്ടർ. 2 ഹോർമോണും ആന്റഗോണിസ്റ്റിക് ടു ഈച്ച് അതറാണ്. ഒന്ന് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കുറക്കുകയാണ്,
മറ്റൊന്ന് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുകയാണ് അല്ലെ. ആന്റഗോണിസ്റ്റിക്, രണ്ടിനെതിരായിട്ട് ഫംഗ്ഷൻ ചെയ്താണെങ്കിലും ഇപ്പം ബ്ലഡ് ഗ്ലൂക്കോസ് എന്താക്കി, രണ്ടും ചേർന്ന് നോർമലൈസ്ഡ് ആയി. Even though they are antagonistic in function and they functions in maintaining the blood glucose level normal. So prolonged hyperglycemia, അതെ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു അല്ലെ. അങ്ങനെ പ്രൊലോങ് ചെയ്തിട്ടുണ്ടാവും, ഇൻസുലിന്റെ കുറവ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം കൂടുതൽ കാലം നമുക്ക് ബ്ലഡിൽ ഹൈപ്പർഗ്ലൈസീമിയ ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ആ കണ്ടീഷനാണ് എന്ത് പറയുക, ഡയബറ്റിസ് മെല്ലിറ്റസ്. ഡയബറ്റിക്സ് കേട്ടിട്ടില്ലേ, അത് തന്നെ ഡയബറ്റിസ് മെല്ലിറ്റസ്. അപ്പൊ ഈ സമയത്ത് നമ്മൾക്ക് പ്രൊലോങ് ചെയ്ത് ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ കീറ്റോൺ നമ്മുടെ യൂറിനിലൂടെ പാസ് ചെയ്തേക്കാം. ഇൻഡിക്കേഷൻ ആണ് ഡയബറ്റിസ് മെല്ലിറ്റ്, കീറ്റോൺ യൂറിയ. ചിലപ്പം യൂറിനിലൂടെ ഗ്ലൂക്കോസിന്റെ അംശം പോകുന്നുണ്ടാവും, ഗ്ലൂക്കോസ് യൂറിയ. ഈ കണ്ടീഷൻ അവോയ്ഡ് ചെയ്യണം, അതായത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് തെറാപ്പിയാണ് ഏറ്റവും ബെസ്റ്റ് വൺ, ഇൻസുലിൻ തെറാപ്പി. ചിലർ ഇൻസുലിൻ ബോഡിയിൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ, ഇൻസുലിൻ സ്മോൾ ഡോസസ് ഓരോ ഫുഡിന് ശേഷവും അല്ലെ മുൻപുമായിട്ട് ഇൻസുലിൻ കൊടുക്കുന്നുണ്ട്. ഇൻസുലിൻ തെറാപ്പി വി കോൾ. നെക്സ്റ്റ് ലെറ്റ് us see testis. Testis is the primary sex organ in man. മനുഷ്യനിൽ കാണുന്ന, മെയിലിൽ കാണുന്ന പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് ഈസ് മേഡ് അപ്പ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ ആൻഡ് ഇറ്റ് ഹാസ് ഇന്റർസ്റ്റിഷ്യൽ സ്പേസ്. സെമിനിഫറസ് ട്യൂബ്യൂളിൽ ഇന്റർസ്റ്റിഷ്യൽ ഇടയിൽ കാണുന്ന സ്പേസ് ആണ് ഇന്റർസ്റ്റിഷ്യൽ സ്പേസ്. ദിസ് ഇസ് ഫിൽഡ് വിത്ത് ഇന്റർസ്റ്റിഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേഡിക് സെൽസ് secrete the male hormone collectively called androgen. Testosterone is the main androgen. ഏറ്റവും പ്രധാനപ്പെട്ട ആൻഡ്രോജന്റെ പേരെന്താണ്, ടെസ്റ്റോസ്റ്റിറോൺ. അതാണ് മെയിൽ ഹോർമോൺ. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ? ടെസ്റ്റോസ്റ്റിറോൺ hormone in male functions in regulating the secondary sexual characters. Secondary sexual characters ന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. Which are the secondary sexual characters? So the ducts like seminiferous tubule, not seminiferous tubule, I mean seminal vesicle, then prostate gland, vas deferens, vas efferentia. ഈ ഇതൊക്കെ വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ടെസ്റ്റോസ്റ്റിറോൺ. Apart from this, the hormone functions in maintaining or developing male body pattern, then body hair growth, then male voice, and as well as the protein intake. ശരീരത്തിൽ വളർച്ച ഉണ്ടാവുന്നല്ലോ, വളർന്ന് പ്രോട്ടീനൊക്കെ അബ്സോർപ്ഷൻ നടന്ന് പെട്ടെന്ന് മസ്കുലാർ ഗ്രോത്ത് നടക്കുന്നുണ്ട് അല്ലെ അഡോളസൻസ് ആവുമ്പോൾ. ഇതൊക്കെ ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് മെയിലിൽ നടക്കുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് പൊതുവായി നമ്മൾ ടെസ്റ്റിസ് എന്ന് പറയും. In the case of human female, ovary is the primary sex organ. ഫീമെയിലിന്റെ കാര്യത്തിൽ ഓവറിയാണ് പ്രധാനപ്പെട്ട സെക്സ് ഓർഗൻ. ഓവറി സെക്രീറ്റ്സ് two hormones. രണ്ട് തരത്തിലുള്ള ഹോർമോൺസ് ആണ് ഓവറിയിൽ ഫീമെയിലിൽ സെക്രീറ്റ് ചെയ്യുന്നത്. One is estrogen, the other one is progesterone. Estrogen is secreted by the follicle cells. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓവറിയിൽ എങ്ങനെയാണ് ഓവം ഉണ്ടാവുന്നത് അല്ലെ. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി, ടെർഷ്യറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ വരെ വളരുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് ഓവർ റിലീസ് ചെയ്യുന്നത്. റപ്ചേർഡ് പാർട്ടിന്റെ റെമിനന്റിന് എന്ത് നമ്മൾ വിളിക്കും, കോർപ്പസ് ല്യൂട്ടിയം അല്ലെ. ഈ കോർപ്പസ് ല്യൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്രോജെസ്റ്ററോൺ. എന്നാൽ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രൈമറി, സെക്കൻഡറി ഫോളിക്കിൾസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. അപ്പൊ മൊത്തത്തിൽ രണ്ട് ഹോർമോൺസ് ഉണ്ട് ഫീമെയിലിൽ, ഈസ്ട്രോജൻ ആൻഡ് പ്രോജെസ്റ്ററോൺ. ഈസ്ട്രോജൻ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. എന്നാൽ പ്രോജെസ്റ്ററോൺ എന്താണ് സഹായിക്കുന്നത്? ഇറ്റ് ഫങ്ഷൻസ് ഇൻ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ ബേബി ഗ്രോത്ത്, ഫീറ്റൽ ഗ്രോത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് പ്രോജെസ്റ്ററോൺ. സോ ഇത്രയും നമ്മൾ പഠിച്ചു എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച്. ഇതിനു പുറമെ നമ്മളെ ഓർഗൻസ്, ഫോർ എക്സാമ്പിൾ ഹാർട്ട് ആയാലും കിഡ്നിയിലായാലും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലായാലും സം ഹോർമോൺസ് ആർ സെക്രീറ്റഡ്. ലെറ്റ് us see that one by one. ഹാർട്ടിൽ നമ്മൾ പഠിച്ചതാണ് ANF, ഹാർട്ടിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. അതൊരു ഹോർമോണാണ് അല്ലെ. ആ ഫാക്ടർ എന്താ ചെയ്യുന്നത്? അതൊരു വാസോ ഡയലേറ്റർ ആണ്. ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യും. ഡയലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ കുറക്കുമല്ലോ. കൂടിയിരിക്കുന്ന ബ്ലഡ് പ്രഷറിനെ നാച്ചുറലി കുറക്കാൻ വേണ്ടിയുള്ള ഒരു ഹോർമോൺ മാർഗമാണ് ANF. ഇനി നമ്മുടെ കിഡ്നിയിലെ ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് പഠിച്ചിട്ടുണ്ട്, JGA. ഇതൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ എന്ന
ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBCയുടെ പ്രൊഡക്ഷനാണ്, റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ. ഇപ്പൊ കിഡ്നി പേഷ്യൻസിന്, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന് എറിത്രോപോയറ്റിൻ എന്ന ഇഞ്ചക്ഷൻ കൊടുക്കും മന്ത്ലി, ഡയാലിസിസിനൊപ്പം, നോട്ട് മന്ത്ലി, വീക്ക്ലി, എങ്ങനെയാണ് കണക്ക് പ്രകാരം. കാരണം എന്താ, കിഡ്നി ഫെയിലിയർ വരുമ്പോൾ അവർക്ക് ഈ ഹോർമോൺ സെക്രീഷൻ കുറയും, ജക്സ്ട്രാ ഗ്ലോമറുലർ അപ്പാരറ്റസ് ഒക്കെ ഫെയിൽ ആവുമല്ലോ, അപ്പോൾ ഹോർമോൺ എറിത്രോപോയറ്റിൻ ഉണ്ടാവില്ല, അപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കും നാച്ചുറലി. ഓക്കെ, അപ്പൊ ഇനി ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ വെച്ച് വേറെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദി ആർ ഗാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ, ഇങ്ങനെയുള്ള ഹോർമോൺസ്. ഗാസ്ട്രിൻ എന്ന ഹോർമോണ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസ് വെൽ ആസ് പ്രൊഡക്ഷൻ ഓഫ് പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടല്ലോ, ഇനാക്റ്റീവ് പെപ്സിന്റെ ഇനാക്റ്റീവ് ഫോമാണ് പെപ്സിനോജൻ. ഇതിനെയൊക്കെ സെക്രീഷനെ സഹായിക്കുന്നു ഗാസ്ട്രിൻ. ദെൻ സെക്രീറ്റിൻ എന്താ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്രീറ്റിനാണ് വാട്ടറിന്റെയും ബൈകാർബണേറ്റിന്റെയും സെക്രീഷന് സഹായിക്കുന്നത്. അതായത് പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പാൻക്രിയാസിൽ ആക്ട് ചെയ്തിട്ട് എക്സോക്രൈൻ പാർട്ട്, ഡൈജഷന് സഹായിക്കുന്ന ഭാഗത്ത് ഈ സെക്രീറ്റിൻ എന്ന ഹോർമോണ് എത്തിയിട്ട് വാട്ടറിന്റെയും ബൈകാർബണേറ്റ് അയോണൊക്കെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. എന്നാൽ കോളിസിസ്റ്റോകൈനിൻ എവിടെ ആക്ട് ചെയ്യുന്നത്? പാൻക്രിയാസിലും ഗോൾ ബ്ലാഡറിലുമാണ്. പാൻക്രിയാറ്റിക് ജ്യൂസിന്റെയും ബൈലിന്റെയും എല്ലാം സെക്രീഷന് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് കോളിസിസ്റ്റോകൈനിൻ. These are about the hormones and endocrine glands in our body. എന്തൊക്കെ ഹോർമോൺസ് നമ്മൾ ഈ മൊത്തത്തിൽ ഈ കെമിക്കൽ കോർഡിനേഷൻ, ബോഡിയുടെ ഇന്റഗ്രേഷന്, അതായത് കളക്റ്റീവ് ഫംഗ്ഷന് വേണ്ടി സഹായിക്കും മൊത്തത്തിൽ. അപ്പൊ ഈ ഹോർമോൺസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ടു ദ സൈറ്റ് ഓഫ് ആക്ഷൻ? ഇറ്റ് ഇസ് ത്രൂ ദി ബ്ലഡ്. ഹോർമോൺസ് ദേ ആർ collectively they are generally ductless glands ആണ്. ഇനി കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഹോർമോൺ എങ്ങനെയാണ്? ഹോർമോൺസിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? സം ഓഫ് ആ ഹോർമോൺസ് ആർ പെപ്റ്റൈഡ് ഹോർമോൺസ്. ദെൻ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ഇതൊക്കെ പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ്. സ്ക്രീനിൽ നോക്കിക്കോളൂ. സം ഹോർമോൺസ് ആർ സ്റ്റീറോയിഡ് ഹോർമോൺസ്. സെക്സ് ഹോർമോൺസ് ആയ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്റ്ററോൺ, ഇതൊക്കെ സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണ്. ദെൻ സം ആർ അയഡോതൈറോമീൻ, അയോഡിൻ കണ്ടന്റ് ഉള്ളത്, അത് ഏതായിരിക്കും? തൈറോയിഡ് ഗ്ലാൻഡ് ഹോർമോൺ. ദെൻ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ് ചില ഹോർമോൺസ്. അതിന് എക്സാമ്പിൾ ആണ് എപ്പിനെഫ്രിൻ. സോ ഡെറിവേഷൻ ബേസ്ഡ് ഓൺ ദി കെമിക്കൽ കോമ്പോസിഷൻ, സം ഹോർമോൺസ് ആർ പെപ്റ്റൈഡ് ഹോർമോൺസ്, സം ആർ സ്റ്റീറോയിഡ് ഹോർമോൺസ്, some are iodine, some hormones possess iodine content, and some are amino acid derivatives. Okay, I told you in the beginning that hormones act on specific cells or tissues or on target cells. അല്ലെ, എല്ലായിടത്തിലും പോയി ഹോർമോൺ പോയി ആക്ട് ചെയ്യുന്നുണ്ടോ? ബ്ലഡിലൂടെ എല്ലാവിടെയും എത്തും, പക്ഷെ എവിടെയാണ് ആക്ഷൻ നടക്കുന്നത്? അറ്റ് എ പർട്ടിക്കുലർ സൈറ്റ്, ടാർഗറ്റ് സെൽസ്. അപ്പൊ ഈ ടാർഗറ്റ് സെല്ലില് ഹോർമോൺ എത്തിക്കഴിഞ്ഞാൽ ഹോർമോൺ സെല്ലിന്റെ അകത്ത് പ്രവേശിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ സംശയം. ഹോർമോൺ റീച്ചസ് ദ ടാർഗറ്റ് സെൽസ് ആൻഡ് അപ്പോൺ ദ സെൽ ദ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഇസ് ഫോംഡ്. സെൽ മെംബ്രെയിന്റെ മേലെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇനി സെല്ലിനകത്ത് ഇതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുന്നത്? there occurs a second messenger. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഫലമായി സെല്ലിനകത്ത് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടും. സൈക്ലിക് AMP, കാൽഷ്യം അയോൺ, ഇങ്ങനെയൊക്കെ ആവാം സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. ഈ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് പർട്ടിക്കുലർ ചേഞ്ചസ് വരുത്തുന്നത്. മെറ്റബോളിസത്തിൽ ചേഞ്ച് വരുത്തുക, എന്താണ് ചേഞ്ചസ് ആവശ്യം, ആ അനുസൃതമായ ചേഞ്ച് വരുത്തുന്നത് സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. ഇപ്പോൾ ഹോർമോൺ ശരീരത്തിനകത്ത് ഓടി അങ്ങോട്ട് കയറുകയല്ലേ, സെല്ലിനകത്ത് കയറുകയല്ല ചെയ്യുന്നത്. അതൊരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി. ഈ കോംപ്ലക്സ് ആണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഓൺ ദ സെൽ മെംബ്രെയിൻ initiates or provokes the formation of second messenger like cyclic AMP or calcium ion, and these second messenger create respective actions within the tissue. Okay, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന ഈ ചാപ്റ്ററിൽ, കെമിക്കൽ കോർഡിനേഷൻ എന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. I hope it is clear for you. Once again, if you want, you can watch this video. Thank you for listening and watching. Thank you.